കാറ്റത്തെ കിളിക്കൂടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നല്ല കാര്യം നടക്കാൻ ചില നുണകൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം എന്ന് സുധീഷ് നിധിയോട് പറഞ്ഞു. സുഭാഷ് വിവാഹകാര്യം ആലോചിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുകയാണ്. ഫോണിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ഒരേ പാട്ട് തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്നത് കേട്ട് നിധി സുഭാഷിന്റെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി സുഭാഷ് ഏട്ടാ, ആകെ ഡൗൺ ആണല്ലോ? നിധി ചോദിച്ചു. അറിയില്ല, മനസ്സിനൊരു സുഖമില്ല. അവരാ കല്യാണത്തെപ്പറ്റി പറഞ്ഞില്ലേ, അതിൻ്റെയാ ഈ ടെൻഷൻ. സുനന്ദയുടെ കല്യാണത്തിന് മുൻപ് എൻ്റെ കല്യാണം നടത്തണമെന്ന ചിന്തയില അവന്മാര്. ആ കുട്ടിയെ എനിക്കിഷ്ടമാവാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അവളെ അന്ന് കണ്ടപ്പോൾ തന്നെ ആ കുട്ടി വ്യക്തമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. കൂട്ടുകുടുംബം അവൾക്കിഷ്ടമല്ല, കല്യാണം കഴിഞ്ഞാൽ മാറി താമസിക്കണമെന്ന്. അതൊരിക്കലും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. വേറെ വിവാഹം ആലോചിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ആ പെൺകുട്ടി ഓക്കെ പറയുന്നു. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. ആ ഒരൊറ്റ കാര്യത്തിലെ സംശയമുള്ളൂ. അതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി കല്യാണം കഴിഞ്ഞ് വന്നാൽ ഇവിടെ എനിക്ക് പറ്റില്ല, ഒറ്റയ്ക്ക് പോണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? എനിക്കതൊന്നും താങ്ങാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആദ്യം ആ കുട്ടിയെ കാണാൻ പോയപ്പോൾ നീ വന്നിട്ടില്ല, ഇപ്പോൾ നീ വന്നല്ലോ, അതുകൊണ്ട് ഒരു കൂട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകുമോ? സുഭാഷ് ചോദിച്ചു. ആ, അങ്ങനെയും സംഭവിക്കാം. നല്ലത് തന്നെ നടക്കും, നിധി പറഞ്ഞു. സുഭാഷിനോട് കള്ളം പറഞ്ഞതിൽ നിധിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. നികേഷ് സുഭാഷ് ഏട്ടന്റെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സുഭാഷ് കയറി വന്നു. നികേഷിന്റെ ഇരിപ്പ് കണ്ട് സുഭാഷ് ചോദിച്ചു. എന്തു പറ്റിയടാ? ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുക. എന്തോ പേടി പറ്റിയതുപോലെ. മുഖം കണ്ടാൽ എനിക്കറിഞ്ഞൂടെ? എന്തോ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഇവനെ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും അസുഖമുണ്ടോ നിനക്ക്? മുഖമൊക്കെ ആകെ ഡള്ളായിരിക്കുന്നു. നീ ഓക്കെ ആണല്ലോ അല്ലേ? എനിക്ക് സത്യമായിട്ട് ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, നികേഷ് പറഞ്ഞു. അപ്പോഴേക്കും നിധിക്ക് ഒരു കോള് വന്നു. അത് കവിതയായിരുന്നു. നിധി ഫോൺ സുഭാഷിന് കൊടുത്തു. നിങ്ങൾ വന്നു പോയതിനു ശേഷം കുറേ വിവാഹാലോചനകൾ എനിക്ക് വന്നു. എനിക്കിഷ്ടപ്പെട്ടതൊന്നും വീട്ടുകാർക്ക് ഇഷ്ടമായില്ല, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കും ഇഷ്ടമായില്ല. എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല. കറങ്ങി തിരിഞ്ഞ അവസാനം ഇത് നമ്മുടെ അടുത്ത് തന്നെ എത്തിയല്ലോ എന്നോർക്കുമ്പോൾ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലും ആദ്യം കാണാൻ വന്നപ്പോൾ പരിപ്പുവട ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഞാൻ മറക്കില്ല, കവിത പറഞ്ഞു. അങ്ങനെ കവിതയും സുഭാഷും ഒരുപാട് നേരം സംസാരിച്ചു. അവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. സുധീഷ് യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു മാഡത്തിനെയും കൊണ്ടുപോയി ആക്കാൻ പോവുകയാണ്. പോകും വഴി സംസാരിക്കുന്നതിനിടയിൽ വിവാഹത്തെക്കുറിച്ച് നിധിയെക്കുറിച്ചും എല്ലാം സുധീഷ് ആ മാഡത്തിനോട് സംസാരിച്ചു. നിധിയുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുവെന്നും അത് റെഡിയാക്കാൻ മാഡത്തിന്റെ ഹെൽപ്പും സുധീഷ് ചോദിച്ചു. അടുത്ത ട്യൂസ്ഡേ വൈഫിനെയും കൂട്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് വാ, ഞാൻ റെഡിയാക്കി തരാം എന്ന് അവർ പറഞ്ഞു. സുഭാഷ് ഏട്ടന് വേണ്ടി പെണ്ണു നോക്കിയ വീട്ടിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് ആളുകൾ വരുന്നുണ്ട്. കല്യാണം ഉറപ്പിക്കാൻ വരുന്നതാ. അവർ വരുമ്പോൾ അച്ഛൻ എവിടെ ഉണ്ടാകണം, എവിടെയും പോകരുത്, നിധി ഭാസ്കരനോട് പറഞ്ഞു. ഈ വീട് വിട്ടു പോകുന്ന കാര്യം അവനോട് പറയാതെയല്ലേ കല്യാണം നടത്താൻ പോകുന്നത്? കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപ് അവരതൊന്നുകൂടി പറഞ്ഞാലോ? അപ്പോ അവൻ അറിയില്ലേ എനിക്ക് എന്റെ അനിയന്മാരെ വിട്ടുപോകാൻ പറ്റില്ല എന്നവൻ നിർബന്ധം പിടിക്കില്ലേ? അപ്പോൾ എന്തു ചെയ്യും? ആ, വരുന്നത് വരട്ടെ, ഭാസ്കരൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒരുങ്ങി വീടെല്ലാം ഒരുക്കി സുഭാഷിന്റെ പെൺവീട്ടുകാരെ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും അവരെത്തി. അടുത്ത എപ്പിസോഡിൽ സുഭാഷിന്റെയും കവിതയുടെയും വിവാഹം ഉറപ്പിക്കുന്നതും സുധീഷും ഹരീഷും തമ്മിൽ ബഹളമുണ്ടാക്കുന്നതും അതെല്ലാവരും ചേർന്ന് പിടിച്ചു മാറ്റുന്നതുമാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. അതുവരേക്കും ബായ്.